ബാലചന്ദ്രൻ്റെ നെടുമ്പുരയ്ക്കൽ വീട് കുറച്ച് നാളുകൾക്ക് ശേഷം ശാന്തതയിലേക്കാവുകയാണ് ട്ടോ. രോഹിത് കേസിൽ നിന്നും തള്ളിമാറപ്പെട്ടു. വൈജയന്തി എല്ലാവരുടെയും നിർബന്ധപ്രകാരം ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അല്ലാതെ വേറെ നിവർത്തിയില്ലല്ലോ. കാരണം രോഹിത്തിൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം ഒരമ്മയുടെയും അച്ഛൻ്റെയും നോട്ടക്കുറവ് കൊണ്ടാണെന്നൊക്കെ ബന്ധക്കാരും വീട്ടുകാരും ഒക്കെ പറയുന്നത് കേട്ട് വൈജയന്തിക്ക് തിരിച്ചു വരാതെ ഒരു നിവർത്തിയില്ലെന്ന് മനസ്സിലാക്കി വൈജയന്തി നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് തന്നെ വരികയാണ്. വൈജയന്തി തിരിച്ചു വരുന്നത് ആങ്ങളമാരോട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അലീനയെ അവിടെ നിന്നും മാറ്റണമെന്ന നിബന്ധനയോട് കൂടിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ വൈജയന്തി വരണമെങ്കിൽ അലീന അവിടെ നിന്ന് മാറണമെന്നായിരുന്നു കണ്ടീഷൻ. എന്നാൽ അതിന് ബാലചന്ദ്രൻ സമ്മതിക്കില്ലെന്ന് ശിവേട്ടനും ഗംഗേട്ടനും ഒക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ കുറച്ച് ദിവസത്തെ സമയം വേണം എങ്കിലേ അവളെ അവിടെ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അതൊക്കെ അവർ വെറുതെ പറയുന്നതാട്ടോ. ഇപ്പോൾ ആയിരിക്കും അലീന അവിടെ നിന്ന് മാറണമെന്നൊന്നുമില്ല. വൈജയന്തിക്കാണെങ്കിൽ എത്രയൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഒരു നന്ദിയില്ലാത്തൊരു സ്വഭാവമാണല്ലോ. കാരണം ഇത്രയും ആൾക്കാർ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും രോഹിത്തിനെ ഇറക്കി കൊണ്ടുവരാനായിട്ട് അലീന തന്നെ ഇറങ്ങേണ്ടി വന്നു. അലീന തന്നെ ചെയ്തു കൊടുക്കേണ്ടിയും വന്നു. ബബിതയുടെ ചുറ്റിക്കളികളൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അതൊന്നും വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല. കാരണം കാര്യമാക്കി എടുക്കാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രോഹിത്തിനെ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നും മാറ്റി നിർത്തണമെന്ന നിർദ്ദേശപ്രകാരം ബാലചന്ദ്രൻ പുറത്ത് അവനുള്ള സീറ്റ്, അതായത് ബാംഗ്ലൂരോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും മാറ്റി നിർത്തി പഠിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഗോവർദ്ധനെ കൊണ്ട് അങ്ങനെ അവന് എൻജിനീയറിങ്ങിന് വിടാനായിട്ട് അവിടെ സീറ്റൊക്കെ നോക്കുന്നുണ്ട്. വൈജ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്ന് വൈജയ്ക്കും ബബിതയ്ക്കും മാത്രമാണ് ഇപ്പോഴും അലീനയോട് ആ പാക്ക് കൊണ്ട് നടക്കുന്നത്. രോഹിത് ആണെങ്കിലും ഇപ്പോൾ മുന്നത്തെ പോലെ അങ്ങനെ വല്ലാത്തൊരു വാശിയും വൈരാഗ്യമൊന്നും അലീനയോട് കാണിക്കുന്നില്ല. അപ്പോൾ വൈജയന്തിയെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ തന്നെ ബാലചന്ദ്രനും ഗംഗേട്ടനും ഒക്കെ അലീനയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയുടെ കാര്യങ്ങളെല്ലാം നീ തന്നെ നോക്കണം, അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നീ തന്നെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലീനയ്ക്ക് അതിലൊക്കെ സന്തോഷമേ ഉള്ളൂ. പക്ഷേ വൈജയ്ക്ക് അതിനോടൊന്നും താല്പര്യമില്ലല്ലോ. വൈജയ്ക്ക് വല്ലാത്ത നാണക്കേടും വിഷമവുമൊക്കെയാണ്. വൈജയന്തി ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അലീന അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അലീനയ്ക്കാണ് ഈ വീട്ടിലിപ്പോൾ പ്രാധാന്യം, എനിക്കോ എൻ്റെ മക്കൾക്കോ അങ്ങനെ ഒരു പ്രാധാന്യവും ഇവിടെ ആരും തരുന്നില്ലെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ രോഹിത്തായാലും കൃഷ്ണമോളായാലും അമ്മയുടെ ആ വാക്കുകളൊന്നും കേൾക്കുന്നില്ല. രോഹിത് ഇപ്പോൾ പഴയ പോലെ അമ്മയോട് അങ്ങനെ അലീനയെക്കുറിച്ച് കുറ്റം പറയാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊന്നും നിൽക്കുന്നില്ല. ബാലചന്ദ്രനായിരുന്നാലും അലീനയോട് വൈജയന്തി കാണിക്കുന്ന ഈ ദേഷ്യത്തിനൊന്നും പ്രതികരിക്കുന്നൊന്നുമില്ല കേട്ടോ. വീണ്ടും വൈജയന്തിയുടെ അല്ലെങ്കിൽ ആ പഴയ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞു എന്നുള്ളൊരു വാശിയും ബാലചന്ദ്രൻ ഇപ്പോൾ തൽക്കാലം അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. കാരണം വീട്ടിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് ശാന്തമായി വരുന്നതേ ഉള്ളൂ. ബാലചന്ദ്രൻ്റെ ഉള്ളിൽ അതുണ്ടെങ്കിലും ബാലചന്ദ്രൻ വൈജയന്തിയോട് സംസാരിക്കാനോ ഒന്നിനും നിൽക്കുന്നൊന്നുമില്ല. അവിടെ കിടന്നിട്ട് മുത്തശ്ശിക്കും ഒരു സന്തോഷവും സമാധാനവും ഇല്ലാത്തതൊക്കെ കണ്ടിട്ട് മനു മുത്തശ്ശിയെയും അലീനയ്ക്ക് കൂട്ടായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് അതിലൊക്കെ സന്തോഷമേ ഉള്ളൂ കേട്ടോ, ആരെ നോക്കാനും അവരെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ. അപ്പോൾ ഇവൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അലീനയെ നിനക്ക് ഞാൻ വീട്ടുജോലിക്കായിട്ട് ഒരാളെ നിർത്തി തരട്ടെ, നിനക്കെല്ലാം കൂടിയും കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അയ്യോ എനിക്ക് അങ്ങനെ ആരും വേണമെന്നില്ല അച്ഛാ, എല്ലാവരുടെ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം, എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അച്ഛനൊരാളെ കൊണ്ടുവന്ന് നിർത്തി തന്നാൽ മതി എന്നൊക്കെ പറയുകയാണ്. അതേസമയം ബാലചന്ദ്രനെ ഗോവർദ്ധൻ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ ഒരു എൻജിനീയറിംഗ് കോളേജിൽ രോഹിത്തിന് സീറ്റ് ശരിയായിട്ടുണ്ടെന്നും നാളെ തന്നെ നമുക്ക് പുറപ്പെടണം, മറ്റന്നാൾ അവിടുത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവന് അഡ്മിഷൻ എടുത്ത് ഹോസ്റ്റലിലാക്കിയതിന് ശേഷം നമുക്ക് മടങ്ങി പോരാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രനും വല്ലാത്ത സന്തോഷമാണ്. അപ്പോൾ ബാലചന്ദ്രനും ഇപ്പോൾ രോഹിത്തിനായിട്ട് നല്ല സ്നേഹത്തിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ രോഹിത്തിനോട് ചെന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നമ്മളന്ന് അപ്ലൈ ചെയ്ത
എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അവർ തിരിച്ച് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷോപ്പിലെ മെയിൽ ID നിന്നാണ് ഞാൻ അയച്ചിരുന്നത്. അപ്പോൾ ഗോവർദ്ധൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ പോകാൻ റെഡിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഇനി എന്തായാലും അച്ഛൻ പറയുന്ന പോലെ തന്നെയായിരിക്കും കാര്യങ്ങൾ, അച്ഛൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രനും വല്ലാത്ത സന്തോഷമാവാണ്. ബാലചന്ദ്രൻ അപ്പോൾ തന്നെ ഗോവർദ്ധനെ വിളിച്ചിട്ട്, ഗോവർദ്ധ, നമുക്ക് ആ കോളേജിൽ പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നോക്കിക്കോളൂ, അവന് പോകാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഗോവർദ്ധനും ബാലചന്ദ്രനും രോഹിത്തും കൂടി പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പോകുന്ന ദിവസം ബാലചന്ദ്രൻ രോഹിത്തിനോട് പറയുന്നുണ്ട്, അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ പോയി യാത്ര പറഞ്ഞിട്ട് വായോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്ത് അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ യാത്ര പറയുന്നുണ്ട്. ഒരു കൂട്ടുകുട്ടിയിലും ഇനി ചെന്ന് പെടരുത്, ഇതെല്ലാം നിനക്കൊരനുഭവമായിരിക്കണം എന്നൊക്കെ മുത്തശ്ശി നല്ല രീതിക്ക് തന്നെ പറയുമ്പോൾ അവനും അതൊക്കെ ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് കേട്ടോ അവൻ തലയാട്ടി എല്ലാവരോടും യാത്ര പറഞ്ഞു പോകുന്നത്. പോകാനായിട്ട് കാറിൽ കയറുന്ന സമയത്ത് രോഹിത്ത് വീട്ടിലേക്ക് തന്നെ തിരിഞ്ഞ് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ബബിതയും കൃഷ്ണമോളും അലീനയും അമ്മയും എല്ലാവരും വന്ന് സിറ്റ് ഔട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് വീണ്ടും തിരിച്ച് വന്നിട്ട് അപ്പോൾ എല്ലാവരും നോക്കുകയാണ് രോഹിത്ത് എങ്ങടാ തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് കയറി വരുന്നതെന്ന്. അപ്പോൾ ബാലചന്ദ്രൻ, മോനെ ഫ്ലൈറ്റ് മിസ്സാവോടാ, കയറടാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 1 മിനിറ്റ് അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് നടന്നു വരികയാണ്. നേരെ വന്നത് അലീനയുടെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അലീനയുടെ അടുത്ത് വന്ന് ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ നിന്നിട്ട് അവൻ കൈയോട് കൂടി പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, എല്ലാത്തിനും എന്നോട് ക്ഷമിക്കണം. എത്രയൊക്കെ എന്നെ പറഞ്ഞ് മാറ്റാൻ ശ്രമിച്ചിട്ടും ഞാൻ അതൊന്നും ഉൾക്കൊണ്ടിരുന്നില്ല. നിങ്ങൾ ആരാണ് എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഇന്നു മുതൽ എനിക്ക് നിങ്ങൾ എൻ്റെ ചേച്ചിയെ പോലെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് രോഹിത്ത് അലീനയുടെ കാലിൽ അനുഗ്രഹം വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ അലീനയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്. അലീന പെട്ടെന്ന് അവനെ എണീപ്പിച്ചുകൊണ്ട് അലീന കരയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ബാലചന്ദ്രനും കൃഷ്ണമോൾക്കും മുത്തശ്ശിക്കുമൊക്കെ വളരെ സന്തോഷം തോന്നുകയാണ്. എന്നാൽ ബബിതയ്ക്കും വൈജയ്ക്കും ഇത് കണ്ടിട്ട് ദേഷ്യം തോന്നുകയാണ്. രോഹിത്ത് ഇനി വിളിക്കട്ടെ, അവനുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അലീന അവൻ്റെ തലയിലൊക്കെ തഴുകി സമാധാനിപ്പിച്ച് അവനെ വിടുകയാണ്. അങ്ങനെ രോഹിത്യവുമായി പോയി രോഹിത്തിൻ്റെ അഡ്മിഷനും രോഹിത്തിൻ്റെ താമസമൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് ഗോവർദ്ധനും ബാലചന്ദ്രനും തിരിച്ചു വരുന്നുണ്ട്. താൽക്കാലികമായ ഒരു ശാന്തതയോടുകൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നെടുമ്പുരയ്ക്കൽ വീട്. വൈജയന്തിയുടെയും ബബിതയുടെയും പ്രശ്നങ്ങളിങ്ങനെ നടക്കുന്നുണ്ട്. ബബിതയും അമലുമായിട്ടുള്ള റിലേഷനും വൈജയന്തിക്ക് അലീനയോടുള്ള ദേഷ്യവും. അലീന എന്ത് ചെയ്തു കൊടുത്താലും ഇങ്ങനെ കുറ്റവും കുറവും പറഞ്ഞ് വെറുതെ ഇങ്ങനെ പ്രശ്നങ്ങളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഇപ്പോൾ അത്യാവശ്യം പുറത്തൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. മുത്തശ്ശിയുടേതായ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മുത്തശ്ശി വന്നിരുന്നിട്ട് വൈജയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, വൈജയ, നീ ഇനിയും അവളോട് ഇങ്ങനെയുള്ള ദ്രോഹങ്ങളൊന്നും നീ കാണിക്കരുത്. നീ പിന്നീട് അതൊക്കെ ആലോചിച്ച് ദുഃഖിക്കും. നീ ചെയ്തു പോയ ഏറ്റവും വലിയ തെറ്റിന് ഒരു പ്രായശ്ചിത്തമായിട്ടെങ്കിലും നീ അവളോട് ഒരു കരുണ കാണിക്കണം, സ്നേഹിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴും വൈജയന്തിക്ക് ദേഷ്യം തന്നെയാണ് വരുന്നത്. എന്നാൽ അലീനയോടുള്ള വൈരാഗ്യവും ദേഷ്യവും കൂടി വരുന്നതല്ലാതെ ഒരു കുറവും കാണുന്നില്ല. അങ്ങനെ ഒരു ദിവസം വൈജയന്തി സ്വന്തം തീരുമാനമെടുത്ത് ബബിതയോടും കൂടി ആലോചിച്ചിട്ട് ബബിതയോട് പറയുന്നുണ്ട്, നമുക്ക് ഇവളെ ഇവിടെ നിന്ന് ഒഴിവാക്കണമെങ്കിൽ നമുക്കിവളെ കൊല്ലൊന്നും വേണ്ട, പക്ഷേ ഇവളിവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളാരെങ്കിലും ഇവളെ കൊന്നു കളയും എന്നൊരു തോന്നൽ ഇവളിൽ വരിക തന്നെ വേണം. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. എടി, അതാണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഒരു മെഡിസിനോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവൾക്ക് അമിതമായിട്ട് കലക്കി കൊടുത്തിട്ട് അവളെ നമ്മൾ കൊല്ലാൻ നോക്കിയെന്നുള്ളൊരു തോന്നൽ അവളിൽ വരുത്തിയെടുക്കണം. നമുക്കവളെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ബബിത ഇങ്ങനെ മനസ്സുകൊണ്ട് പറയുന്നുണ്ട്, എൻ്റെ അമലിനെ ഇവിടെ വരുത്താണ്ടാക്കിയത് അവളാണ്, അവളെ എന്നിട്ട് കൊല്ലണ്ടെന്നോ, അവളെ കൊന്നു തന്നെയാണ് കളയേണ്ടത് എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞത് ഇത് വളരെ നല്ല സൗകര്യമാണല്ലോ എന്നൊരു ചിന്ത വരികയാണ് കേട്ടോ ബബിതയ്ക്ക്.
അപ്പോൾ വൈജയന്തി ബബിതനോട് പറയുന്നുണ്ട്, അധികം വീര്യം കൂടാത്തതായിട്ടുള്ള എന്തെങ്കിലും ഒരു പോയിസൺ സംഘടിപ്പിച്ച് കൊണ്ടുവരണം. അത് നമുക്ക് അവൾ കുടിക്കുന്ന എന്തെങ്കിലും ജ്യൂസിലോ വെള്ളത്തിലോ കലക്കി കൊടുത്തിട്ട് അവൾക്ക് തീരെ വയ്യാണ്ടാകണം. അപ്പോൾ അവൾക്ക് മനസ്സിലാവണം നമ്മളാരെങ്കിലും അവളെന്തെങ്കിലും ചെയ്തതാണെന്ന്. അങ്ങനെ അവൾ ഇവിടെ നിന്ന് ഒഴിവായി പോകണം. അതാണ് എൻ്റെ ഉദ്ദേശം എന്നൊക്കെ വൈജയന്തി ബബിതയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മേന് ധൈര്യമായിട്ടിരുന്നോ, അതിനുള്ളൊരു വഴി എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ബബിത കോളേജിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ ബബിത കോളേജിൽ പോകുന്ന സമയത്ത് വൈജയന്തിയോട് പറയുന്നുണ്ട്, ഇന്ന് വൈകുന്നേരം ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും അതിനുള്ള സെറ്റപ്പുകളെല്ലാം ചെയ്തിട്ടായിരിക്കും ഞാൻ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ബബിത പോകുന്നത്. ഇതേ സമയം അലീന വൈജയന്തിക്കുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് റൂമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് കൊടുക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എനിക്കുള്ള ഭക്ഷണം എടുത്ത് കഴിക്കാൻ എനിക്കറിയാം, എന്നെ ഒരാൾ രോഗിയാക്കി കിടത്താനൊന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തിയുടെ ദേഷ്യവും ചീത്ത പറച്ചിലൊക്കെ കേട്ട് അലീന കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ടാണ് റൂമിന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ചേച്ചി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ, അമ്മയുടെ സ്വഭാവം ചേച്ചിക്ക് അറിയുന്നതല്ലേ, അതൊന്നിന് നന്നാവാൻ പോകുന്നില്ലെന്നേ, ഒന്നിങ്ങനെ വിഷമിക്കാതിരിക്കേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന, അത് സാരില്ല മോളെ, കേൾക്കുമ്പോൾ ഉണ്ടാവുന്നൊരു വിഷമം അത്രമാത്രം എന്ന് പറയുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ അലീനയോട് യാത്ര പറഞ്ഞ് സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതേ സമയം അലീന മുത്തശ്ശിയോട് ചെന്നിട്ട് മുത്തശ്ശിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ചെല്ലാണ്. അപ്പോൾ മുത്തശ്ശിയോട് ചെന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി എന്നാണ് ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവുകയെന്ന്. അപ്പോൾ മുത്തശ്ശി പറയാണ്, മോളെ അങ്ങനെയൊന്നും വിചാരിക്കരുത്, ഇതിനൊരവസാനം എന്ന് പറയുന്നത് ചിലപ്പോൾ അവളുടെ മരണമായിരിക്കും, അതെല്ലാം പേടിച്ചിട്ടാണ് അവളോട് ആരും ഒന്നും പറയാത്തത്, മോൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കരുത് ട്ടാ എന്ന് മുത്തശ്ശി പറഞ്ഞ് അലീനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സമയം കടന്നു പോവുകയെ സമയം വൈകുന്നേരം ആവുകയാണ് കേട്ടോ. ബബിതയും കൃഷ്ണമോളും ഒക്കെ കോളേജൊക്കെ വിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബബിത വന്ന പാടെ അമ്മയുടെ റൂമിലേക്കാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ അമ്മയോട് കാര്യങ്ങളൊക്കെ അവൾ പറയുന്നുണ്ട്. അമ്മ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്, അവളിവിടെ നിന്ന് പേടിപ്പിച്ച് ഓടിക്കണം എന്നല്ല അമ്മയ്ക്കുള്ളൂ, അതൊക്കെ ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരു കവറെടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി അത് തുറന്ന് നോക്കിയിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, അയ്യോ ഇത് കുറച്ച് പ്രശ്നമുള്ളതാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തിയോട് പറയുന്നുണ്ട്, അമ്മ അതിനിത് മുഴുവൻ കൊടുക്കാനൊന്നുമല്ലല്ലോ, അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ, അതിൽ നിന്ന് ഇത്തിരി എടുത്ത് നമുക്കൊരു ജ്യൂസിൽ കലക്കിയാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ബബിത ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കാരണം വൈജയന്തി തന്നെ ഒരവസരം അവൾക്ക് ഇട്ടുകൊടുത്തിരിക്കുകയാണല്ലോ. വൈജയന്തിക്ക് ഇത്രയൊക്കെ ആയിട്ടും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വൈജയന്തിയുടെ നിർദ്ദേശപ്രകാരം ബബിത കിച്ചണിലേക്ക് പോയിട്ട് ജ്യൂസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ജ്യൂസ് എടുത്തിട്ട് എല്ലാവർക്കും ക്ലാസ്സിലായിട്ട് പകർത്തി വെക്കുകയാണ് കേട്ടോ. പകർത്തി വെച്ചിട്ട് എല്ലാവർക്കും കൊണ്ട് നടന്ന് കൊടുക്കാമെന്നുള്ളതാണ് അവളുടെ ധാരണ. അപ്പോൾ അവളും എടുത്ത് കുടിക്കുന്നുണ്ട്. കൃഷ്ണമോൾക്കും മുത്തശ്ശിക്കും അമ്മയ്ക്കും കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഒരേ ഒരു ഗ്ലാസ്സാണ്. അതിൽ ഇവർ രണ്ടാളും കൂടി ആ പൊടി ാണ് കേട്ടോ. കലർത്തിയതിന് ശേഷം അലീനയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എല്ലാവർക്കും എടുത്തപ്പോൾ നിനക്കും കൂടി എടുത്തന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും വിചാരിക്കണ്ട, എടുത്ത് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ബബിത കൊടുക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കിപ്പോൾ വേണ്ട, ഞാൻ പിന്നെ കുടിച്ചോളാം എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഓ അവൾക്ക് അഹങ്കാരം, ഒരു തുള്ളി വെള്ളം കൊടുത്തപ്പോൾ അവൾക്ക് വല്ലാത്ത അഹങ്കാരം എന്നൊക്കെ പറയുമ്പോൾ, മാഡം ദൈവത്തോർത്തിന് അതിൻ്റെ പേരിൽ ഒരു വർത്താനൊന്നും പറയരുത്, ഞാനിത് കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അലീന അപ്പം തന്നെ അത് വലിച്ച് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനെ അത് കുടിക്കുമ്പോൾ വൈജയന്തിയുടെ ധാരണ അവൾക്ക് എന്തെങ്കിലും ചെറിയൊരു അസ്വസ്ഥതകൾ ഉണ്ടാവും, അപ്പോൾ ഇങ്ങനെ അവളിവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ലെന്ന് വിചാരിച്ച് അവളിവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളും എന്ന് മാത്രമാണ് വൈജയന്തി ഉദ്ദേശിക്കുന്നത്. എന്നാൽ ബബിതയുടെ മനസ്സിൽ ഇതോടുകൂടി നിൻ്റെ ശല്യം അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ബബിത ഇങ്ങനെ നോക്കി നിൽക്കുന്നത്.
എന്നാൽ അവളത് കുടിച്ച് ഒരു 10 മിനിറ്റിനകം തന്നെ അവൾ തല കറങ്ങി വീഴാണ് കേട്ടോ. തല കറങ്ങി വീണ പാടെ തന്നെ വായിൽ നിന്നൊക്കെ ബ്ലഡൊക്കെ വരുന്നുണ്ട്. ഇത് കാണുന്ന വൈജയന്തിക്ക് വല്ലാത്ത ടെൻഷനാവാണ്. അപ്പോൾ ഇത് കണ്ട് നിൽക്കുന്ന ബബിതയ്ക്ക് സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ കാണുകയാണ് കേട്ടോ അലീന വല്ലാത്ത ദേഹാസ്വസ്ഥതകളും വല്ലാത്ത ബുദ്ധിമുട്ടുമൊക്കെ കാണിച്ചുകൊണ്ട് അവിടെ കിടക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ വായിൽ നിന്ന് ബ്ലഡും വരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ ഉറക്കെ കിടന്ന് അച്ഛ അച്ഛാന്ന് വിളിച്ച് കരയും. അങ്ങനെ കരയുന്നത് കേൾക്കുമ്പോൾ ബബിതയും വെറുതെ ഒരു ആക്ടിങ് എന്ന പോലെ ഓടി വന്നിട്ട് അയ്യോ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ചേച്ചി പെട്ടെന്ന് ഇവിടെ നിൽക്കുമായിരുന്നു, ചേച്ചി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വീണു, ചേച്ചിയുടെ വായിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ അവളെ ഇങ്ങനെ എടുത്തിട്ട് ഓടി കാറി പോവുകയാണ്. അപ്പോൾ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, മോളെ ഓടിച്ചെന്ന് ഗേറ്റ് തുറക്ക്, എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ കാറെടുത്ത് വേഗം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി മനുവിനെ വിളിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. മനുവിനോട് പറയുന്നുണ്ട്, മനു ഇങ്ങനെ അലീനയ്ക്ക് പെട്ടെന്ന് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായി, നീ വേഗം തന്നെ ദേവമാതാ ഹോസ്പിറ്റലിലേക്ക് എത്തണം, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോൾ ഡോക്ടർ എന്താ സംഭവിച്ചത്, എന്താ ഇപ്പോൾ ലാസ്റ്റ് കഴിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ഒരേ ജ്യൂസാണ് കുടിച്ചത്, എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല ഡോക്ടറെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവളെ ICUവിലേക്ക് കയറ്റുകയാണ്. ഇതേ സമയം മനുവും വരുന്നുണ്ട്. അപ്പോൾ മനു വന്നിട്ട് എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണമോൾക്ക് അറിയുന്ന കാര്യങ്ങൾ കൃഷ്ണമോൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ അലീനയെ പരിശോധിച്ച ശേഷം ഡോക്ടർ തിരിച്ച് വന്നിട്ട് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും ഇങ്ങനെ ഒരേ പ്രശ്നങ്ങളാണോ, ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കുറച്ചൊന്ന് ഓക്കെ ആയി വരുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രനൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ബാലചന്ദ്രനോട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ആ കുട്ടി അന്ന് വയറ്റിൽ ആ കത്രിക തറച്ച് കയറിയിട്ട് ഇവിടെ അഡ്മിറ്റ് ആയ കുട്ടി തന്നെയല്ലേ? അപ്പോൾ ബാലചന്ദ്രനും മനുവും അതേ എന്ന് പറയുന്നുണ്ട്. എന്താ ഡോക്ടർ, എന്താ ഇപ്പോൾ അവൾക്ക് പറ്റിയത്, എന്തെങ്കിലും വയ്യായ എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രനോട് ഡോക്ടർ പറയുകയാണ്, അങ്ങനെയൊന്നുമല്ല, ആ കുട്ടി എന്തോ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ബാലചന്ദ്രനും മനുവിനും വല്ലാത്ത അതിശയം തോന്നുകയാണ്. കാരണം ഒരിക്കലും അലീന അങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്യില്ലെന്ന് അവർക്ക് നല്ല പോലെ അറിയാം. അല്ലെങ്കിലേ കൃഷ്ണമോള് എല്ലാം കണ്ടും കേട്ടും സഹിച്ചും ഒന്ന് ഓക്കെ ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതും കൂടി കേൾക്കുമ്പോൾ കൃഷ്ണമോൾക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് അച്ഛാ ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ച് കൃഷ്ണമോള് വീണ്ടും കരയാൻ തുടങ്ങി. അപ്പോൾ ഒന്നുമില്ല മോളെ, ഒന്നുമില്ല, കരയാതിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രനും വിഷമം തോന്നുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ ഡോക്ടർ ഉണ്ടായേ? അപ്പോൾ പറയുന്നുണ്ട്, കുറച്ച് അധികം തന്നെ പോയിസൺ അകത്ത് ചെന്നിട്ടുണ്ട് ബാലചന്ദ്ര, അത് എന്താണെന്നൊക്കെ ഉള്ളത് ഇനി നോക്കിയിട്ട് വേണം, ആ കുട്ടി സ്വയം ചെയ്തതാണോ എന്നാണ് എൻ്റെ സംശയം എന്ന് പറയുമ്പോൾ മനുവും ബാലചന്ദ്രനും ഒരിക്കലും അവളത് ചെയ്യില്ല, അവൾ അത്രയും അവസ്ഥകളിലൂടെ തരണം ചെയ്ത് പോകുന്ന ഒരു കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയം നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ബബിതയ്ക്കും വൈജയന്തിക്കും അലീനയുടെ വിവരങ്ങളൊന്നും അറിയാൻ പറ്റാതെ വല്ലാത്ത ടെൻഷനിലാണ് കേട്ടോ. അപ്പോൾ ബബിതയോട് അലീന വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താ സംഭവിച്ചേ, എന്താ ഉണ്ടായേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, അമ്മ ഇങ്ങനെ പേടിക്കാതിരുന്നേ, അവൾ അങ്ങോട്ട് അവസാനിക്കുകയാണെങ്കിൽ അവസാനിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ എന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ, അപ്പോൾ എന്ത് പറ്റിക്കാൻ, അമ്മ തന്നെയല്ലേ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നേന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ബബിതേ, നീ എന്നാലും എന്ത് പണിയാണ് ഈ കാണിച്ചത്, ഇതൊക്കെ കേസായി മാറും, ഒന്നാമത്തെ നമ്മളിപ്പോൾ ഒരു പ്രശ്നത്തിൽ നിന്ന് സോൾവ് ആയി നിൽക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ ബബിത പെട്ടെന്ന് തന്നെ കൈയൊഴിയാണ്. അങ്ങനെ എന്തെങ്കിലും കേസായിട്ടുണ്ടെങ്കിൽ അമ്മ തന്നെയായിരിക്കും കുടുങ്ങാൻ പോണത്, ഞാനൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബബിത ഒരൊറ്റ പോക്ക് പോവാണ് കേട്ടോ. അതോടുകൂടി വൈജയന്തിക്ക് പേടി തോന്നുകയാണ്. അപ്പോൾ വൈജയന്തി പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്.
ഹോസ്പിറ്റലിലെ അവസ്ഥ അറിയാതെ വൈജയന്തിക്ക് ഒരു സമാധാനം ഇല്ല കേട്ടോ. അപ്പോൾ വൈജയന്തി ബാലചന്ദ്രനോട് അങ്ങനെ മിണ്ടാറും സംസാരിക്കാറും ഒന്നുമില്ല. അപ്പോൾ ഹോസ്പിറ്റലിലെ വിവരറിയാൻ വേണ്ടി മാത്രം വിളിക്കുകയാണ്. അപ്പോൾ വൈജയന്തിയുടെ കോള് കാണുമ്പോൾ ബാലചന്ദ്രൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ഫോൺ കൊണ്ടുപോയിട്ട് കൃഷ്ണമോളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ കരയാണ്. വൈജയന്തി കൃഷ്ണമോളോട് പറയുന്നുണ്ട്, മോളെ നീ കരയാതെ കാര്യം പറയടി, ഞങ്ങളെല്ലാവരോടും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, അവൾക്ക് എന്തായടി, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അമ്മേ ഒന്നും അറിയില്ല, ചേച്ചിനെ വെന്റിലേറ്റർ ICUവിലേക്ക് കയറ്റിയിരിക്കുകയാണ്, എന്താ സംഭവിച്ചിരിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല, ചേച്ചിക്ക് എന്തോ പോയിസൺ കയറിയിരിക്കുകയാണെന്നാണ് അമ്മയെ ഡോക്ടർ പറഞ്ഞത്. അതിനുശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നിട്ടില്ല, ഡോക്ടർ ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡോക്ടർ ICUവിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ കൃഷ്ണമോള് അച്ഛൻ്റെ ഒപ്പം തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് നടക്കുന്നുണ്ട്. എന്നാൽ കൃഷ്ണമോളുടെ കയ്യിലിരിക്കുന്ന ഫോൺ കോള് കട്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഡോക്ടർ സംസാരിക്കുന്നത് വൈജയന്തിക്ക് അവിടെ ഇരുന്ന് കേൾക്കാം. അപ്പോൾ ഡോക്ടർ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ബാലചന്ദ്രൻ, എനിക്കിപ്പോൾ നിങ്ങളോട് എന്താ പറയേണ്ടതെന്നൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കിപ്പോൾ ആ കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ചിട്ട് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ കൊണ്ടുവരുമ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ്. നമുക്ക് നാളെ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. പിന്നെ ആ കുട്ടി ജ്യൂസിലൂടെയാണ് ആ കുട്ടിയുടെ ഉള്ളിലേക്ക് ആ പോയിസൺ ചെന്നിരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഇതേ സമയം അവിടെ വൈജയന്തിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നാണ് കേട്ടോ. വൈജയന്തി അങ്ങനെ തന്നെ അവിടെ കോള് കട്ട് ചെയ്യാണ്. അപ്പോൾ ഈ സമയത്താണ് ബാലചന്ദ്രന് പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നത്, ബബിത എല്ലാവർക്കും അത്രയും നാളും ചെയ്യാത്തൊരു കാര്യം ബബിത ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ജ്യൂസ് കൊണ്ട് നടന്ന് അവൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അതേസമയം അലീനയ്ക്കും അത് കൊടുത്തിട്ടുണ്ടാവുമെന്നുള്ള ചിന്ത ബാലചന്ദ്രൻ്റെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, കൃഷ്ണമോളെ, ബബിത കൊടുത്ത ജ്യൂസ് അലീന കുടിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഉവ്വച്ച, ചേച്ചിക്ക് കൊടുത്തപ്പോൾ ചേച്ചി വേണ്ടാന്ന് പറഞ്ഞു, അതിന് അമ്മയും ബബിതേച്ചിയും കൂടി അലീനേച്ചിയെ ചീത്ത പറഞ്ഞപ്പോൾ ചേച്ചി അത് കുടിക്കുകയുണ്ടായിരുന്നു, ഞാൻ കണ്ടതാ എന്ന് പറയുന്നുണ്ട്. അതോടുകൂടി ബാലചന്ദ്രനെ അങ്ങോട്ട് അരിശം വരികയാണ് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രന് സംശയം പൂർത്തീകരിച്ചു, ബബിതയാണ് അലീനയ്ക്ക് പോയിസൺ എന്തോ കലക്കി കൊടുത്തിരിക്കുന്നതെന്ന്. ബാലചന്ദ്രൻ വല്ലാത്ത വിഷമത്തോടു കൂടി ആ ചെയറിൽ ഇങ്ങനെ ചെന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന മനു ചോദിക്കുന്നുണ്ട്, എന്താ അങ്കിളെ, എന്തുണ്ടെങ്കിലും തുറന്ന് പറയേ എന്ന് പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ചതിച്ചതാ മനു, ചതിച്ചതാ, എൻ്റെ കുഞ്ഞിനെ അവൾ വീണ്ടും ചതിച്ചതാ എന്ന് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, ആരാണ് അങ്കിളെ, ആരാണ്, എന്തൊക്കെയാണ് അങ്കിള് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോളോട് ചോദിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോള് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, മോളെ, ഇത്രയും കാലത്തിനിടക്ക് അവൾ ഒരു തുള്ളി വെള്ളം എടുത്ത് കുടിക്കുന്നത് പോലും നീ കണ്ടിട്ടുണ്ടോ? എന്നവൾ ഇന്ന് കോളേജ് വിട്ട് വന്നതിന് ശേഷം എല്ലാവർക്കും ജ്യൂസ് അടിച്ച് ആ ജ്യൂസ് അലീനയോട് മുഖത്ത് പോലും നോക്കാത്തവൾ അലീനയ്ക്ക് പോലും ആ ജ്യൂസ് കൊടുത്തിട്ടുണ്ടാവുക എന്തിനായിരിക്കും എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇതും കൂടി കേൾക്കുമ്പോൾ കൃഷ്ണമോളിങ്ങനെ മുഖം പൊത്തിപ്പിടിച്ച് കരയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന മനുവിന് അങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ ഈ സമയത്ത് ഗോവർദ്ധനും വരുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ വന്നിട്ട്, എന്താ അളിയ പെട്ടെന്ന് വരാൻ പറഞ്ഞത്, എന്താ ഇവിടെ ആയിരിക്കാ വയ്യാണ്ടായി എന്നൊക്കെ ചോദിക്കുമ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ ഗോവർദ്ധനോട് പറയുന്നുണ്ട്. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഇവളെന്തൊരു ജന്മാണ് അളിയ, ഇവളെന്താ നന്നാവാത്തത്, ഇവള് വീട്ടിൽ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് എത്ര നാളായിട്ടുണ്ട്, അതിൻ്റേതായിട്ടൊരു പക്വതയോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു വിഷമമൊന്നും ഈ കുട്ടിക്ക് ഇല്ലാണ്ടായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, അങ്കിള് കുറച്ച് സമയം ഇവിടെ നിൽക്കണം, ഞങ്ങൾ കൃഷ്ണമോളെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ വീട്ടിലൊന്ന് കയറിയിട്ട് പെട്ടെന്ന് വരാം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ബാലചന്ദ്ര മനുവിനോട് പറയുന്നുണ്ട്, മനു, ഞാൻ എവിടേക്കുമില്ല, എനിക്ക് ആരെയും കാണണ്ട, എനിക്കെൻ്റെ മോളൊന്ന് കണ്ണ് തുറന്ന് കണ്ടാൽ മാത്രം മതി മനു എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ കരയാണ്. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, അളിയ മെഡിസിനൊക്കെ എടുക്കുന്നതല്ലേ, അളിയന് ഇങ്ങനെ ഉറക്കം
നഷ്ടപ്പെടുത്തി ഇങ്ങനെ ഇരുന്നുകൂടാ. അത് വലിയ പ്രശ്നമായി മാറും. ഇപ്പോൾ അളിയൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആ കൊച്ചും കൂടി ഇല്ലാത്തതാണ്. അളിയൻ ഇങ്ങനെ വയ്യാണ്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അളിയൻ ഇപ്പം ഇന്ന് വീട്ടിൽ പോയിട്ട് നാളെ വന്നാൽ മതി. ഇവിടെ മനുവും ഞാനും നിന്നോളാം. നിങ്ങളെ കൊണ്ടുപോയാക്കിയിട്ട് മനു തിരിച്ചു വന്നോളും. ഇല്ലേ മനു, നീ തിരിച്ചിങ്ങോട്ട് തന്നെ വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, എനിക്ക് നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് പോകേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട് മാത്രം പോവുകയാണ് അങ്ങളെ, ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് മനു അവരെയും കൊണ്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. തിരിച്ച് വീട്ടിൽ ചെന്ന് കയറുന്ന മനു അവിടെ അടുക്കളയിലും ബബിതയുടെ റൂമിലും എല്ലായിടത്തും ഇങ്ങനെ അരിച്ച് പറക്കി പരിശോധിക്കുകയാണ്. ഇത് കാണുന്ന വൈജയന്തിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. വൈജയന്തിക്ക് മനസ്സിലായി ഇവർക്ക് എന്തൊക്കെയോ പിടി കിട്ടിയിട്ടുണ്ടെന്ന്. അന്ന സ്ഥാനത്ത് ബാലചന്ദ്രൻ ആരോടും മിണ്ടാതെ കയറി അകത്ത് വന്നിട്ട് സോഫയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർ വന്ന ശബ്ദം കേട്ടിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്തായെന്ന് അറിയാനായിട്ട് ബബിത പതുക്കെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇതേ സമയം മനു ഇങ്ങനെ പരിശോധിക്കുന്നതിനിടയിലാണ് നമ്മുടെ വൈജയന്തിയുടെ കട്ടിലിന് താഴെ ഒരു ബാസ്ക്കറ്റിൽ നിന്നും ഈ പോയിസത്തിൻ്റെ ബോട്ടിൽ കിട്ടുന്നത്. ഇത് കാണുമ്പോൾ തന്നെ വൈജയന്തിയോട് മനു ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, ഇത് ആൻറ്റിയുടെ കട്ടിലിനടിയിലെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇതെങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി വല്ലാതെ ഇങ്ങനെ തപ്പി പിടിച്ച് സംസാരിക്കുകയും വൈജയന്തി ആകെ വേർത്ത് ടെൻസ്ഡ് ആവുന്നതും കൂടി കാണുമ്പോൾ മനു ആ കയ്യിലിരുന്ന ആ കുപ്പി എറിഞ്ഞിങ്ങനെ പൊട്ടിക്കുകയാണ്. ഇത് കേട്ട് ബാലചന്ദ്രൻ ഒരു ഞെട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവർ നിൽക്കുന്ന റൂമിലേക്ക് വന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, എന്താടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രനോട് ആ കയ്യിലിരുന്ന ബോട്ടിൽ കാണിച്ചിട്ട് മനു പറയുന്നുണ്ട്, അങ്കിളെ ഇത് കണ്ടായിരുന്ന, ഇത് കണ്ടോ അങ്കിളെ, ഇതാണ് ഇവരെല്ലാവരും കൂടി ആ അലിയനയ്ക്ക് കലക്കി കൊടുത്തിട്ട് ആ പെൺകുട്ടി ഇപ്പോൾ മരണത്തിനാണോ തിരിച്ച് ജീവിതത്തിലേക്കാണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ മനുവിൻ്റെ കയ്യിൽ നിന്ന് മനു ആ ബോട്ടിൽ, ആ പോയിസൻ്റെ ബോട്ടിൽ മനു പൊട്ടിച്ചല്ലോ, അപ്പോൾ അതിൻ്റെ കവർ ആണ് കേട്ടോ മനുവിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ബാലചന്ദ്രൻ അതിങ്ങനെ പിടിച്ച് വാങ്ങി നോക്കുന്നുണ്ട്. അപ്പോൾ വളരെ കൂടിയ അളവിൽ ഉള്ളൊരു പോയിസനാണ്. അപ്പോൾ ബാലചന്ദ്രൻ വൈജയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീയൊക്കെ ഒരു സ്ത്രീയാണോ? എന്നാൽ ബാലചന്ദ്രൻ്റെ ഇങ്ങനെയുള്ള ടെൻഷനൊക്കെ കണ്ടിട്ട് ബബിത പേടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛാ ഇത് അമ്മയല്ല ചേച്ചിയാണ് ചെയ്തത്, ചേച്ചിയുടെ നിപ്പും പാവമൊക്കെ ഒന്ന് നോക്കിയെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ നിരീക്ഷ്യം വന്നിട്ട് ബാലചന്ദ്രൻ ചെന്നിട്ട് ശരിക്കും ബബിതയുടെ കുരക്കിൽ തന്നെ ഇങ്ങനെ കയറി പിടിക്കുകയാണ് കേട്ടോ. ഇങ്ങനൊരു മോളെ എനിക്ക് വേണ്ടടി, എനിക്ക് വേണ്ടത് അലീനയെപ്പോലൊരു മകളെയാണ്, ആ മകളെയാണ് നീയൊക്കെ കൂടി നശിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കുരക്കിന് പിടിച്ചിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ വൈജ പറയുന്നുണ്ട്, നിങ്ങൾ സംശയിച്ചത് സത്യമാണ്, ഞാൻ തന്നെയാണ് അത് ചെയ്തത്, അല്ലാതെ അവളൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് വൈജയന്തി ഒച്ചെടുക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ മനുവിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ എത്ര കിട്ടിയാലും നിങ്ങൾ പഠിക്കാൻ പോണില്ല, നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ ആയത്, നിങ്ങൾക്കൊക്കെ എന്താ ഒരു മനസ്സാക്ഷി ഇല്ലാത്തത് ആരോടും, എന്ത് ദ്രോഹമാണ് ആ പെൺകുട്ടി നിങ്ങളോടൊക്കെ ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവൾ എന്തും ചെയ്ത് തന്നിട്ടല്ലേ ഉള്ളൂ, അതൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപദ്രവമായിട്ട് മാറിയിട്ടുണ്ടോ? നിങ്ങൾ സ്വയം ആലോചിച്ച് കൂട്ടിയതല്ലേ നിങ്ങൾ ഓരോ ഉപദ്രവങ്ങൾ അവൾ ചെയ്യുകയാണെന്നുള്ളത് എന്ന് പറയുമ്പോഴേക്കും മനുവിൻ്റെ സകല നിയന്ത്രണങ്ങളും വിട്ട് മനു മുഖം പൊത്തി കരയാണ് കേട്ടോ. മനുവിൻ്റെ കരച്ചിൽ കണ്ട് കൃഷ്ണമോൾ വന്ന് മനുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ട ഇങ്ങനെ കരയരുത്, ചേച്ചിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല, ചേച്ചി തിരിച്ച് വരും മനുവേട്ട, പ്ലീസ് മനുവേട്ട കരയരുതെന്ന് പറയുമ്പോൾ മനു കൃഷ്ണമോളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. ഇത് കാണുന്ന ബാലചന്ദ്രനും വല്ലാത്ത വിഷമം തോന്നുകയാണ്. അലറി വിളിച്ചുകൊണ്ട് ബാലചന്ദ്രൻ വൈജയന്തിയുടെ നേരെ അടുക്കുന്നുണ്ട്. വൈജയന്തിയോട് പറയുന്നുണ്ട്, ഇതിന് നീ കണക്ക് പറയുന്നൊരു സമയം വരും വൈജയന്തി, എൻ്റെ കുഞ്ഞ് തിരിച്ച് ജീവിതത്തിലേക്ക് വരുമെന്ന് എനിക്കുറപ്പുണ്ട്, അവളോടും എന്നോടും നീ ഇതിന് കണക്ക് പറയേണ്ട ഒരു അവസ്ഥ ഞാൻ വരുത്തിയിരിക്കും, ഇതെൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഇറങ്ങിപ്പോവുകയാണ് കേട്ടോ.
ഇതേ സമയം ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ വിളിക്കുന്നുണ്ട് മനുവിൻ്റെ ഫോണിലേക്ക്. അപ്പോൾ അലീനയ്ക്ക് ബോധം തിരിച്ച് വന്നിട്ടുണ്ടെന്നും അലീനയ്ക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്നും പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ മനു അങ്കിളിനോട് പറയാണ്, അങ്കിളെ ഹോസ്പിറ്റലിൽ നിന്നാണ് അലീനയ്ക്ക് ഓക്കെ ആയിട്ടുണ്ട്, ഞാൻ പൊയ്ക്കോളാം, അങ്കിളും കൃഷ്ണമോളും നാളെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി, ഇനി ഈ നേരത്ത് അങ്കിള് യാത്ര ഒന്നും ചെയ്യണ്ട, അങ്കിള് റെസ്റ്റ് എടുത്തോളൂ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മനു പെട്ടെന്ന് തന്നെ അലീനയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോ അടുത്ത് തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.